ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പാവയ്ക്ക നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് കയ്പ്പ് കുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഇത് കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം വരും. അങ്ങനെ അതുവരെ നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളത് അടച്ചിട്ട് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മളതവിടെ മാറ്റി വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം അത് അടച്ച് മാറ്റി വെക്കാൻ. എന്നിട്ട് ഇതിലേക്ക് കയ്പ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ കയ്പ്പങ്ങ എടുക്കുന്നത് അത് അളവിൽ ഉള്ളി എടുത്തിട്ട് നല്ല ഇപ്പോൾ ചോപ്പറിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുത്തത്. അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ ഈ ഉപ്പേരിയിൽ ചേർക്കുന്നത്. അപ്പോൾ ഉപ്പേരിയിൽ ഇടുന്നത് കയ്പ്പൊക്കെ ഇടുന്നതിന് മുന്നേ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് വെള്ളം കളഞ്ഞ് പിന്നെ ഊറ്റിയെടുക്കണം. അങ്ങനെ ഊറ്റിയത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സാധാ പോലെ തന്നെ കടുക് നന്നായി ചൂടായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി നല്ലോണം അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ പോകുന്ന വരെ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ലോണം അത്യാവശ്യം ഒരു മിതമായ രീതിയിൽ വഴന്ന് വരുന്നവരെ എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. കയ്പ്പങ്ങയിൽ ഉപ്പിട്ടതുകൊണ്ട് നമുക്ക് നല്ലോണം പിന്നെ ആ ഉപ്പിൻ്റെ ഒരു ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴുകി വെച്ച ഈ കയ്പ്പങ്ങ അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നല്ലോണം അതിൻ്റെ ആ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉള്ളിയും എല്ലാം കൂടെ മിക്സായി വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി എല്ലാം മിക്സായതിന് ശേഷം ഉപ്പ് നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ കയ്പ്പങ്ങയിൽ ഉപ്പിട്ടത് കൊണ്ട് ചെറിയ രീതിയിൽ കയ്പ്പങ്ങയിൽ ഉപ്പുണ്ടാവും. എന്നിട്ട് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് കയ്പ്പങ്ങയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ വേഗം നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഏതാണ്ട് ഒന്ന് ഉപ്പേരി വെന്ത് വന്നതെന്ന് തോന്നും. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏതാണ്ട് കുറച്ച് നേരം മാറ്റി വെക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ കയ്പ്പങ്ങ റെഡി ആയിട്ടുണ്ട്. കയ്പ്പില്ലാത്ത കയ്പ്പങ്ങ ഉപ്പേരിയല്ല, കയ്പ്പുണ്ടാവും, പക്ഷേ നമുക്ക് കയ്പ്പ് കുറക്കാനുള്ളൊരു വഴിയാണ്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക.